ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിന് വേണ്ടി ബിനോയ് വിശ്വം എഴുതിയ പാട്ട് പി ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. പാട്ടിലൂടെയുള്ള ആ ബന്ധം ഓർത്തെടുക്കുകയാണ് ബിനോയ് വിശ്വം. തിരുവനന്തപുരത്ത് നാർ ശ്രീയത്തിന്റെ റിപ്പോർട്ട്. ഗായകൻ പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ വ്യക്തിപരമായ ഒരു വിഷമം കൂടിയുണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്. അദ്ദേഹം എഴുതിയ ഒരു പാട്ട് പി ജയചന്ദ്രൻ മനോഹരമായി ആലപിച്ചതിൻ്റെ ഓർമ്മയാണ് ബിനോയ് വിശ്വത്തിൽ ഉള്ളത്. അതേപ്പറ്റി സംസാരിക്കുന്നു നമ്മളോട്. ആദ്യം അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ മാഷിനെ വിട്ടുവെച്ചാണ്, രാമനാഥൻ മാഷ് ഇരിങ്ങാലക്കുടയിലെ. ഒരിക്കൽ പോയപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശിഷ്യനായ ജയചന്ദ്രൻ അവിടെ വന്നു. ജയചന്ദ്രൻ്റെ വരവ് അത്ഭുതകരമായിട്ട് യാദൃശ്ചികമായിരുന്നത്. പക്ഷേ വന്നപ്പോൾ സന്തോഷം തോന്നി. മാഷ് എന്നെ പരിചയപ്പെടുത്തി. മാഷ് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം ശ്രദ്ധിച്ചു വന്നു. പിന്നെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അധികം പറയേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അത് ഓർമ്മ വന്ന്. ഈ പാട്ടിൻ്റെ സാഹചര്യം പറയാനാണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ നല്ല സുഹൃത്താണ്. ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഈസ്റ്റ് കോസ്റ്റ് ഒരു ആൽബം ഇറക്കാൻ പോകുന്നുണ്ട്, അത് പ്രണയഗാനങ്ങളുടെ ആൽബമായിരിക്കും, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് എഴുതി അയച്ചു കൊടുത്തു. പ്രണയഗാനം തന്നെ എഴുതി അയച്ചു കൊടുത്തു. നിന്നെ വായിക്കുവാൻ എന്നെ പഠിപ്പിച്ച ലിപികൾക്ക് നാം എന്ത് പേര് നൽകും, അതായിരുന്നു അതിൽ തുടക്കം. നിന്നെ വായിക്കുവാൻ എന്നെ പഠിപ്പിച്ച ലിപികൾക്കു നാം എന്തു പേരു നൽകും. പിന്നെ അദ്ദേഹം വിളിച്ച് ചോദിച്ചു, വിനോയ്ക്ക് അറിയാമോ വിനോയുടെ പാട്ട് ആരാ പാടാൻ പോകുന്നത് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അതിൽ മെയിൽ വോയിസ് ജയചന്ദ്രനായിരിക്കും, ഫീമെയിൽ വോയിസ് മഞ്ജരി ആയിരിക്കും. നാച്ചുറലി സന്തോഷം തോന്നി എനിക്ക്. ഇന്നലെ ഒന്നും ഞാൻ ആ പാട്ട് പലവട്ടം കേട്ടു. ഇതാണ് പാട്ടുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിനുള്ള ഓർമ്മ. ബിപിൻ വേളിക്കൊപ്പം ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.